Welcome back to online class. So, we last chapter constructions. Different way of constructing triangle. Okay. Giving one side, one angle, and sum of two sides. Next one side, one angle, and difference of two sides. The third one, two angles and the perimeter of the triangle, and some additional questions. So we are moving on to our next chapter. This is a simple chapter. Probability. Okay. നിങ്ങൾ 6th 7th സ്റ്റാൻഡേർഡ് ഒട്ടൊക്കെ പഠിക്കുന്നുണ്ട്. 7th 8th 9th എല്ലാം പഠിച്ച് പ്രോബബിലിറ്റി തന്നെ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരേ ഒരു ഇക്വേഷൻ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ആ വേർഡ്സും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുകയാണ് പ്രോബബിലിറ്റി. നമ്മൾ ആകെ ഒരു എക്സസൈസേ ഉള്ളൂ ചെയ്യാൻ, കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ പ്രോബബിലിറ്റി മീൻസ് സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് മീൻസ് ഒരു സംഭവം നടക്കുകയോ ഇല്ലെന്ന് പറയാനുള്ള സാധ്യത. എത്ര സാധ്യതയുണ്ട് അത് നടക്കാൻ. ഇപ്പോൾ ഇന്നും മഴ പെയ്യുമോ, ടുമോറോ ഈസ് എ ഹോളിഡേ, അങ്ങനെയൊക്കെ നമുക്ക് പറയാനത് പ്രോബബിലിറ്റി. എല്ലാവരും സാധ്യതയാണ്. ചിലപ്പം മഴ കിട്ടാം, ചിലപ്പം നാളെ ഹോളിഡേ ആവാം, ചിലപ്പം അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാം. അങ്ങനെയൊക്കെ എല്ലാവരും പ്രോബബിലിറ്റി നമ്മൾ ഓരോ വാല്യൂ കണ്ടുപിടിക്കും. നമുക്കറിയാം വാല്യൂ 0ക്കും 1നും ഇടയിലാണെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി. ആ ബേസിസ് എല്ലാം ഓർത്ത് വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ജസ്റ്റ് ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം പറയാൻ, പിന്നെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനും വേണ്ടിയുള്ളൂ. സോ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഫുൾ മാർക്ക് എപ്പോഴും കിട്ടുന്ന ചാപ്റ്ററാണ്. സോ വി ക്യാൻ മൂവ് ഓൺ ടു അവർ ചാപ്റ്റർ പ്രോബബിലിറ്റി. സോ നമ്മൾ ആദ്യം എക്സ്പെരിമെൻറ്റ്. നമ്മൾ ആദ്യം ഇതിൻ്റെ കുറച്ച് വേർഡ്സ് ഒക്കെ നോക്കുന്നത്. എക്സ്പെരിമെൻറ്റ്, വാട്ട് യു ബി വേർഡ്സ്. നിങ്ങൾ എല്ലാ വേർഡ്സും ഡീറ്റെയിൽ ആയിട്ട് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വർഷം വേണ്ട കുറച്ച് വേർഡ്സ്. വാട്ട് യു ബി എക്സ്പെരിമെൻറ്റ്. Experiment means an operation which gives well-defined outcomes. എന്തെങ്കിലും ഒരു സംഭവം കൃത്യമായി നിർവചിക്കാൻ, കൃത്യമായി നമുക്ക് ഒരു ഔട്ട്കം, ഒരു റിസൾട്ട്, കൃത്യമായ ഒരു റിസൾട്ട് നൽകുന്ന ഒരു ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ പ്രോബബിലിറ്റി ചാപ്റ്റർ എല്ലാത്തിനും പറയുന്ന എക്സ്പെരിമെൻ്റ് എന്നാണ് അല്ലേ? സോ കൃത്യമായ ഒരു ഔട്ട്കം നമുക്ക് നൽകുന്ന നമ്മുടെ ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്പെരിമെൻറ്റ്. നെക്സ്റ്റ് ഒരെണ്ണമാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്? നമ്മൾ ഇതിനകത്ത് പലതരം ഔട്ട്കംസ് ഉണ്ട്. എക്സാക്റ്റ് ഔട്ട്കം ഉണ്ട് അല്ലേ? എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്ന ഔട്ട്കം ഉണ്ട്, അല്ലാത്തതുകൊണ്ട്. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് കനോട്ട് പ്രെഡിക്റ്റ് ഇൻ അഡ്വാൻസ്. നമുക്ക് അഡ്വാൻസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ ടോസിങ് എ കോയിൻ, ഹെഡ് ഓർ ടെയിൽ, ഇറ്റ്സ് എ പോസിബിലിറ്റി. കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല റാൻഡം എക്സ്പെരിമെൻറ്റ്സിൽ. നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും, ഓരോ ഓപ്പറേഷനും നമ്മൾ പറയുന്നൊരു പേരുണ്ട്, ട്രയൽ. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡ്സ് ആണ്. എക്സ്പെരിമെൻറ്റ്, റാൻഡം എക്സ്പെരിമെൻറ്റ്, ട്രയൽ. ഓക്കെ. ഇനി ദ എംപിരിക്കൽ പ്രോബബിലിറ്റി. ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എംപിരിക്കൽ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് P of E. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിലുടനീളം ഉപയോഗിക്കുന്നത്. എന്താണ് ആ ഇക്വേഷൻ? നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച ഇക്വേഷനോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പറയാം. എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്പർ ഓഫ് ട്രയൽസ് which happened by total number of trial. ഈ സംഭവിച്ച ട്രയലുകളുടെ എണ്ണം, ഈ എന്ന് പറയുന്ന ഇവന്റ് നടന്ന ഇവന്റുകളുടെ എണ്ണം ബൈ
ടോട്ടൽ നമുക്ക് കിട്ടിയ ഔട്ട്കം. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന വേറൊന്നുണ്ട്, പ്രോബബിലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് by total number of outcomes. ഇതിൽ ഏതെങ്കിലും കറക്റ്റ് ആണ്. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. നമ്മുടെ നാച്ചുറൽ ചോദ്യം ഹെഡ് ഓർ ടെയിൽ. ഓക്കെ, ഹെഡ് ഓർ ടെയിൽ. Our question is what is the probability for getting a head? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ചാൻസേ ഉള്ളൂ. ഒന്നുകിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം, ഓരോരോ ചാൻസ്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് ട്രയൽ വിച്ച് ഈ ഹാപ്പൻ. ഇവിടെ ഈ എന്ന് പറയുന്നത് ടെയിൽ കിട്ടാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ ഇത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെയിലുള്ള ഹെഡ് കിട്ടാനുള്ള സാധ്യതയാണ് ഇല്ലേ. ഹെഡ് എത്ര തവണ കിട്ടാം? ഒരു തവണ. അതാണ് നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആകെ എത്ര എണ്ണം കിട്ടും? 2 ഇല്ലേ. ഒരുപാട് തവണ നിങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ കോയിൻ്റെ ടോസ് ചെയ്യുന്നത്. ഈ ഒരു ഡൈ ടോസ് ചെയ്യുമ്പോഴാണ് ടോസിങ് എ ഡൈ നമുക്ക് കിട്ടുന്ന 1 2 3 4 5 and 6. Our question, find the probability that getting a prime number on the top. നമ്മൾ ഡൈ ടോസ് ചെയ്യുമ്പോൾ ആ ഡൈയിൽ കിട്ടുന്ന ടോപ്പിൽ പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ്. പ്രൈം നമ്പർ ഏതൊക്കെയാണ് ഇതിനകത്ത്? 2 3 5. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ഇതല്ലേ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമുക്കിവിടെ എന്താണ് ഫേവറബിൾ? പ്രൈം നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി. പ്രൈം നമ്പർ എത്ര എണ്ണം ഉണ്ട്? 1 2 3. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്ര ഔട്ട്കം ഉണ്ട്? ടോട്ടൽ 1 2 3 4 5 6. സോ നമ്മുടെ പ്രോബബിലിറ്റി എന്താണ്? 1/2 അല്ലേ. എപ്പോഴും 1/2 കിട്ടുന്നില്ല. Always the value of probability between 0 less than p less than 1 എന്നാണ് കിടക്കേണ്ടത്. ഇതിനിടയിലായിരിക്കും എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. If the probability equal to 0 or probability equal to 1, ഇതിന്റെ രണ്ടും പ്രത്യേകത. പ്രോബബിലിറ്റി 0 ആണെങ്കിൽ നമുക്ക് ഷുവറായും പറയാം that event it not happen, അത് സംഭവിക്കില്ല. പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാപ്പൻ. സോ പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും കിട്ടുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. പ്രോബബിലിറ്റി 0 ആണെങ്കിൽ ആ ഇവന്റ് ഒരിക്കലും സാധിക്കില്ല. പ്രോബബിലിറ്റി 1 ആണെങ്കിൽ ഉറപ്പായും നടക്കും. സർട്ടനിറ്റി നിങ്ങൾ പഠിക്കുന്ന അൺസർട്ടനിറ്റി ഒക്കെ അല്ലേ. അൺസർട്ടനിറ്റി പ്രോബബിലിറ്റി ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ. സോ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തല്ല, പ്രോബബിലിറ്റി ആക്ച്വലി എന്താണ്? ഇറ്റ്സ് എ ന്യൂമറിക്കൽ മെഷർ ഓഫ് അൺസർട്ടനിറ്റി ഇല്ലേ. ഒരു സംഭവം നടക്കുമോ നടക്കില്ലയോ എന്ന് പറയാം ന്യൂമറിക്കൽ മെഷർ. നമ്മുടെ അളവ് ന്യൂമറിക്കലായിട്ട് നമുക്ക് എല്ലാ വേർഡ്സിലാണ് പറയുക. ചിലപ്പോൾ നടക്കാൻ നടക്കില്ല. അത് നമ്മൾ ന്യൂമറിക്കലായിട്ട് നമ്മളൊരു നമ്പറിലോട്ട് മാറ്റി അതിൻ്റെ ചാൻസസ് നമ്മളൊരു ന്യൂമറിക്കൽ മെഷർ, ഒരളവ്, അതിന് നടക്കാനുള്ള ചാൻസ് എത്രയും നടക്കില്ലാത്ത ചാൻസ് എത്ര അങ്ങനെ കാണിക്കുന്ന ഒരു മെഷറാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുടെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കും. 0 ആണെങ്കിൽ നോട്ട് ഹാപ്പൻ, 1 ആണെങ്കിൽ നടക്കും. സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓർ നമ്പർ ഓഫ് P of E, probability of an event, number of trials which E happened divided by total number of trial. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. This is the first question in our exercise 15.1. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ലാർജ് ആണെന്നുള്ളത്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിലെടുത്ത് വെച്ച് വേണം ഈ സെക്ഷൻ നോക്കാൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in a cricket match a batswoman hits a boundary 6 times out of 30 balls she plays. Find the probability that she did not hit the boundary. So, a cricket match a batswoman out of 30 balls 6 times boundary അടിച്ചു. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം പ്രോബബിലിറ്റി she did not hit the boundary. ബൗണ്ടറി അടിക്കാത്ത പ്രോബബിലിറ്റി. സോ നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് ഒക്കെ എഴുതി ചെയ്യാം.
total number of trials. Total number of trials is 30. Total 30 balls ആണ് കളിച്ചത്. ഇനി എത്ര തവണയാണ് ബൗണ്ടറി ഹിറ്റ് ചെയ്യാത്തതെന്നുള്ളതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. Number of times she hits the boundary 6. Number of times she did not hit the boundary 3. Total 30 ball. അതിൽ 6 ബാൾ ബൗണ്ടറി അടിച്ചു. അങ്ങനെയാണെങ്കിൽ 30 minus 6 24. നമ്മൾ രണ്ട് ഇക്വേഷൻ വെച്ചുകൊണ്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടുത്തെ ഇവന്റ് ഡിഡ് നോട്ട് ഹിറ്റ് ദ ബൗണ്ടറി ആണെങ്കിൽ ലെറ്റ് ദ ഇവന്റ് E be she did not hit the boundary. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കാണാം. P of E എന്താണ് ഇവിടുത്തെ ഇവന്റ്? നമ്പർ ഓഫ് ടൈംസ് she did not hit the boundary by total number of balls എന്നോ total number of trials എന്നോ എന്തെങ്കിലും എടുക്കാം. Total number of trials ഇല്ലേ? ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്? 24 by 30. 24 by 30 നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 6 കൊണ്ട് മോൾ താഴെയും യൂസ് ചെയ്താൽ 4 by 5. 4 by 5 approximately 0.8. So this value between 0 and 1. So ഇത്രയുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ടോട്ടൽ എടുക്കണം. നമുക്ക് വേണ്ട ഫേവറബിൾ എത്രയാണെന്ന് നോക്കണം. അതിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് വേണ്ട പ്രോബബിലിറ്റി എപ്പോഴും കിട്ടും. That value must be between 0 and 1. Okay, clear? The next question. 3 coins tossed simultaneously 200 times with the following frequencies. More coins simultaneously toss ചെയ്യുമ്പോൾ 3 head 1 outcomes 23, 2 head 72, 1 head 77 and no head is 28. നമുക്ക് if the 3 coins tossed simultaneously again find the probability of 2 head coming up. Question വലുതാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് എല്ലാ ആൻസേഴ്സ്. സോ നമ്മൾ ടോസ് ചെയ്തപ്പോൾ നമുക്ക് ആകെയുള്ള ഔട്ട്കം ഉണ്ട്. ഓരോ തവണയും ഓരോ ഹെഡ് കിട്ടുമ്പോഴുള്ള ഔട്ട്കം ഉണ്ട്. നമുക്ക് 2 ഹെഡ് വരുമ്പോഴുള്ള ഔട്ട്കം കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ട്രയൽ എന്നോ എന്തുകൊണ്ടും പറയാം 200 ആണ്. നമ്പർ ഓഫ് ഫ്രീക്വൻസി for 2 head coming up എന്ന് പറയുന്നത് നമുക്കറിയാം 72. നമുക്ക് വേണ്ട പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ number of times 2 head coming up by total trial. ഇത് നമുക്കറിയാം എത്രയാണ്? 72. 2 ഹെഡ് വരുന്നത് ടോട്ടൽ നമ്മുടെ ഉണ്ട് 200. നമുക്ക് 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 9 by 25 മതി. നമ്മൾ വാല്യൂ ഒന്നും കണ്ടുപിടിക്കണമെന്നില്ല. സോ എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ തന്നെ നമുക്ക് തരും. നമുക്ക് ടോട്ടൽ തരണം, നമുക്ക് ആവശ്യമുള്ള എടുക്കണം, ഡിവൈഡ് ചെയ്യണം. സോ നിങ്ങൾ എക്സസൈസ് 15.1 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ്. അതിലെ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യുക. സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു എക്സസൈസേ ഉള്ളൂ.
എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ പാറ്റേൺസിൽ നമുക്ക് വേണ്ട ഫേവറേറ്റ് എടുക്കാം. ഇനി വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, പിന്നെ ടോട്ടൽ എടുക്കുക, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ സ്റ്റുഡൻസ്, സ്റ്റഡി കെയർഫുള്ളി ദിസ് ചാപ്റ്റർ. ദിസ് is a simple chapter, easy for all of you. So today we can conclude our section. We'll be see you on the next class with our more problems. Thank you.